കണ്ണ ഡോറും ആ ബാത്റൂമിന് ഒരു ഡോറ് പിടിപ്പിക്കാൻ പറഞ്ഞിട്ട് ആ ഹൗസ് ഓണർ ഇതുവരെ കേട്ടിട്ടില്ല. അതിന്റെ അകത്ത് കയറിയ പിന്നെ ടെൻഷൻ ആരെങ്കിലും വരുമോ. അതിനിവിടെ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാണോ മാനോ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു മാതൃക വനിത വന്നിരിക്കുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കണം. ഇങ്ങോട്ട് നടക്കാം. SP ഓഫീസിൽ നിന്ന് ഒരു മെയിലുണ്ട്. പുതിയൊരുത്തൻ ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. എന്തുവാടേ ഇത്? ട്രെയിനിങ് കഴിയാറായി. നീ പറഞ്ഞ കാര്യം എന്തെങ്കിലും നടക്കൂ? ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കും. ഇത് വല്ലതും നടക്കോ? അതിനെ ഹവിൽദാറിനെ വെട്ടിച്ച് നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ? അതൊക്കെ റെഡിയാക്കാം. നീ അത് മെഡിക്കൽ ഷോപ്പിലാണോ സാധനം മേടിക്കണ്ടേ? ഇവിടുന്ന് പോണതിന് മുമ്പ് ഈ അമ്പലത്തിലും കൂടെ തൊഴണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്ന് നടക്കും. അതെ മച്ചമരെ, നിങ്ങൾ വിളിക്ക്, ഞാൻ പോയെല്ലാം റെഡിയാക്കിട്ട് വരാം. വെയിറ്റിങ്ങിന് ശരിയാവില്ലോട്ടോ. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നീ പോയിക്കോടാ. അതെ ചെല്ല്, ഒരാൾ പറഞ്ഞ അത്രയും. നാട്ട തുറന്നു. ആരെങ്കിലും ഉണ്ടോ? വാ മച്ചനെ, ഇത് നമ്മുടെ ഹവിൽദാർ ജഗ്ഗൂല്ലേ? ഹവിൽദാർ കൊള്ളാല. ഓഹോ, അങ്ങനെയാണ് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണല്ലോ. നാളെ നമുക്ക് അവരെ കല്യാണം കഴിപ്പിച്ചാലാ. എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ നാളെ കാണാം. നാളെ വരുമല്ലേ? ഇവനുള്ളത് ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് കൊടുക്കാം. അതെ, ഈ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണം. ഓക്കെ സാർ. രാമകൃഷ്ണൻ ലേസി ഗേ അല്ലേ? എന്നും പണിഷ്മെന്റ് വാങ്ങി നടക്കുന്ന അയാൾക്കെന്താ സാർ പുതിയ അപ്പോയിന്റ്മെന്റ്? എടോ, തനിക്ക് തെറ്റി. ഇത് രാമകൃഷ്ണൻ ഒരു ബ്ലെസ്സിംഗ് അല്ല, പണിഷ്മെന്റാ. ഇങ്ങനെയുള്ളവർക്ക് പോസ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഏലത്തൂർ വനിതാ പോലീസ് സ്റ്റേഷൻ. SI അരുന്ധതി ഓർമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണുങ്ങളെന്ന് പറഞ്ഞാലേ അവർക്ക് ഭയങ്കര വെറുപ്പാ. ഇവനെ പോലെ ഒരാളാണ് കിട്ടുന്നതെങ്കിൽ ആ സ്ത്രീ വെടിവെച്ച് കൊല്ലും. കാക്കി ഡ്രസ് ഇട്ട മാലാഹമാർക്കല്ലേ ശ്രീകൃഷ്ണ നമ്മുടെ രാമകൃഷ്ണന്. അലിയ വനിതാ പോലീസുകാരെ പെങ്ങന്മാരെ കണ്ടാമേട്ടാ. അളിയ, ഇതെല്ലാം എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം. ആദ്യം കിട്ടിയ ജോലിക്ക് എന്നെ പോണമെന്നുള്ളത് എന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഞാൻ അവിടെ പോകുന്നതായി പ്രഖ്യാപിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താങ്ക് യു. നീ റൗണ്ട്സിനാവുമ്പോ നമ്മളെ കൂടെ ഓർക്കണേ രാമകൃഷ്ണ. ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സുന്ദരികളെ, രാമകൃഷ്ണൻ ഇതാ വരുന്നു. എനിക്ക് പയ്യോ പപ്പ ഇവിടെ ജീവിക്കാൻ. ഒന്ന് രണ്ടിന് പോകാൻ പോലും അവിടെ അനുവാദം വേണമെന്ന് വെച്ചാ പപ്പ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തം വെച്ച വെടിയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് അനുഭവിച്ചു. ഇതിനൊക്കെ കാരണം അവൾ ഒറ്റ ഒരുത്തിയാ, ആ SI അരുന്ധതി. ആരുടെ കോണകം തിരുമ്പിയിട്ടാണെങ്കിലും വേണ്ടില്ല, എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ ഒരു സസ്പെൻഷൻ അടുപ്പിച്ച് വീട്ടിലിരുത്തണം. അതിനുള്ള വഴിയാ ഞാൻ നോക്കുന്നത്. അവളുടെ ഒരു സസ്പെൻഷന് വേണ്ടി എത്ര കാലത്ത് ഞാൻ ട്രൈ ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് ഒന്നിച്ചങ്ങ് ട്രൈ ചെയ്യാം. അതിനൊരു വഴിയുണ്ട്. എന്റെ വക്കീൽ ബുദ്ധി തോന്നിയതാ. എന്നാ പറഞ്ഞു തൊലക്കി. പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന 25 സെന്റും വീടും നമ്മുടെ ഒരു പരിചയക്കാരൻ്റെയാ. അത് നമുക്കങ്ങ് വാങ്ങിച്ചാലോ? പപ്പ, നമുക്കിവിടെ ഒരു നല്ല വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ പൊളിഞ്ഞു കെട്ടണം? അത് തർക്കത്തിൽ കിടക്കുന്ന വസ്തുവല്ലേ, അത് വാങ്ങിയിട്ട് എന്താ ഗുണം? സേവിയർ സാർ, നോട്ട് ദ പോയിന്റ്. ഗുണമുണ്ട് സാർ, ഞാൻ വർക്കൗട്ട് ആക്കി തരാം. ഒരുപാട് ഐഡിയ പറഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടെന്നറിയാം, പക്ഷെ ഇതങ്ങനല്ല സാർ, വിശ്വസിക്കണം പ്ലീസ്. താൻ അതിന്റെ ഉടമസ്ഥനോടൊന്ന് സംസാരിക്കേ. ഓക്കെ. അരുന്ധതിക്ക് നിരന്തരം തലവേദന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ SI സസ്പെൻഷനിലായാൽ അന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരണേ പപ്പ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങുക.
ആണ്ടെ മരുമോള് ചായ ആയിട്ട് വരുന്നു. പപ്പ ചായ ചായ വേണ്ട, ഒന്ന് എനിക്കാവാ. വേണ്ട. ഈ ചായനും ചായ വേണ്ടേ? ചായ അല്ല ചാരായം കുടിക്കാനാ തോന്നുന്നു. ഒന്ന് കയറി പോകുന്നുണ്ടോ അകത്ത്? ചായയുടെ കൂടെ കടിയുണ്ടോ? ഹലോ, വനിതാ പോലീസ് സ്റ്റേഷൻ. വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. അപ്പൊ പേടിയുണ്ടല്ലേ? ഇവനെയൊക്കെ ഉണ്ടാക്കിയ 4 വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും. പാതിരാത്രി ചെല്ലിയോ വാഴ നടാൻ പോകുന്നത്, അതും കുഴിമടിയാനായ സാറ്. പപ്പ എന്നെയും കൂടെ കൊണ്ടുപോകും. ഒരു മിനിറ്റ് കക്ഷി ഈ സീറ്റ് വരാൻ കണ്ടില്ല. ഇവിടെ സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാർക്ക് ഇടിയോ? ഇതേത് രാജ്യം? എനിക്ക് പേടിയൊന്നുമില്ല, ഞാനേ പോലീസാണ്. അങ്ങോട്ട് കേറ്. ഇതൊരു വണ്ടി വരാൻ എത്ര സമയമാവും? ഇരിക്കണം, എന്തോ ഇരിക്കണം. ഇരുന്നോളൂ. അല്ല, മാറണം. എന്താ മാറിക്കോളൂ. താൻ എഴുന്നേറ്റ് മാറണം. എനിക്ക് ഇരിക്കണം. ഇത് സ്ത്രീകളുടെ സീറ്റാ. കണ്ടോ, ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചിരുന്നോ സംസാരിച്ചെന്നോ കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റേണ്ടത് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ചില ചിന്താരീതികളാണ്. ഞാൻ സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അമ്മച്ചി ഇവിടെ ഇരിക്കണം. ആരാണോ എന്റെ അമ്മച്ചി? എന്റെ വായിന്നൊന്നും കേൾക്കരുത്. സ്ത്രീകളുടെ സീറ്റിൽ നിന്ന് മാറണം അങ്ങോട്ട്. ആ, എന്താ ജാനിയെടുത്ത പ്രശ്നം? ഇത് കണ്ടില്ലേ? പെണ്ണുങ്ങളോടാണോ തന്റെ കളി? ഈ നാട്ടിലെ രീതികളെ കുറിച്ചൊന്നും തനിക്കറിയില്ലേ? ഇവിടുത്തെ SID എല്ലാം കിട്ടണം. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അത് തന്നെ. പോലീസ് സ്റ്റേഷനിലേക്കോ? അപ്പൊ എനിക്ക് സൗകര്യം, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ സ്റ്റേഷനിൽ വിളിച്ച് പറയടി. മാഷ രാവിലെ തന്നെ പണിയാക്കല്ലോ, ഒന്ന് മാറിക്കോ. ആ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നോക്കാം, പിന്നെ നിന്റെ ജീവിതം. വനിതാ പോലീസ് സ്റ്റേഷനില്ലേ? ഇവിടെ ഈ നാട്ടിലെ രീതികൾ ഞാൻ ഒന്ന് പറയും. അതെ സർ. അല്ല മാഷേ, ഇപ്പൊ ശരിക്കും തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? ഓക്കേ സർ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കാണ്ട് പോലെ. രോഗം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവൻ ഇന്ന് നിങ്ങളെ തോണ്ടാനും പിടിക്കാനും ഇവനാണോ? സാറേ അവനല്ല, ദാ ഇവനാണ്. ഞാൻ പറയുന്നത് ഞാൻ പോലീസാണ്. ഇന്നലെ DGP പറഞ്ഞത്. എന്റെ ബാഗ്